വരാനിരിക്കുന്ന വലിയ അടയാളങ്ങളാ. ആ വലിയ അടയാളങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഖിയാമത്തിന്റെ ഈ ചെറിയ അടയാളങ്ങളുണ്ടല്ലോ, ഇപ്പോഴുള്ള ഈ വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രതിസന്ധികളുണ്ടല്ലോ, ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകുമ്പോ ഈ പ്രശ്നങ്ങളിലൂടെ വലിയ അടയാളത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്നറിയോ? അത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ വരവോടുകൂടിയാൻ. അത് മഹാനായ ഇമാം മഹ്ദി ഉണ്ടല്ലോ, ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളുണ്ടല്ലോ, അതുപോലെ മുസ്ലിം സമുദായം ഫലസ്തീനിലും ഗസയിലും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ. ആസാമിലേക്ക് ചെന്നാൽ, ബംഗാളിലേക്ക് ചെന്നാൽ, ഹരിയാനയിലേക്ക് ചെന്നാൽ, കർണാടകയിലേക്ക് ചെന്നാൽ എത്രയോ മുസ്ലിം കുടുംബത്തെയാണ്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെയാണ്, എത്രയോ മുസ്ലിം പേരുകാരെയാണ് ചവിട്ടിക്കൊല്ലുന്നത്, അടിച്ചു കൊല്ലുന്നത്, തീ കൊളുത്തിക്കൊല്ലുന്നത്. ഇതെല്ലാം ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ഒരു ആശയം ഞാൻ പറയട്ടെ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളില്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് എന്റെ സമുദായത്തെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തെ ഭക്ഷണത്തളികയിലേക്ക് ആർത്തിയോടെ ആളുകൾ ഇങ്ങനെ കൈയിടുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ മേലിങ്ങനെ കൈയിടുന്നതാണ്. ഒരുപാട് പേരെ പീഡിപ്പിക്കപ്പെടുന്നതാ, ഒരുപാട് പേരെ ബുദ്ധിമുട്ടിലാക്കുന്നതാ, കൊന്നു കളയുന്നതാ, പട്ടിണിക്കിടുന്നതാ, അതുപോലെ തന്നെ ഒരുപാട് ദുരിതങ്ങൾ കൊടുക്കുന്നതാ. ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ അതെല്ലാം. ഇതൊക്കെ നടക്കുന്ന കാലത്താണ്. ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും വരാനുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാലത്താണ് അതാ നമ്മൾ കാത്തിരിക്കുന്ന മഹാനായ ഇമാം മഹ്ദി വരുന്നത്. ഇമാം മഹ്ദി വരുന്നത് ഷിയാക്കൾ പറയുന്നത് എന്താ? ഷിയാക്കൾ പറയുന്നത് മഹ്ദി ഇമാം അത് ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ആളാണ്, ഷിയായിൽപ്പെട്ട ആളാണ് മഹ്ദി ഇമാം. അല്ലേ? സലാം യാ മഹ്ദി യാ വഅദന സ്വാദിഖ് യാ സാദിഖൽ വഅദി എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഈ ഫലസ്തീനികളെ, ഈ ഇസ്രായേൽ ഫലസ്തീനുമായിട്ടുള്ള ആ ഒരു പ്രശ്നമുണ്ടായ തുടക്ക സമയത്ത് നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇട്ടത് അല്ലേ? ഇമാം മഹ്ദി ദാ വരുന്നു, ഇപ്പൊ എത്തും അവിടെ എത്തിയെന്നൊക്കെ. പക്ഷെ മൂപ്പർ ഇപ്പൊന്നും വരൂല. ഇമാം മഹ്ദി വരാൻ സമയം ആകുന്നതേ ഉള്ളൂ. നമുക്ക് ഇമാം മഹ്ദിയെ പറ്റി പഠിക്കാം അല്ലെ? ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ വിഷയം ഏകദേശം പകുതി കഴിഞ്ഞു, മുക്കാലാവാൻ പോവുകയാണ്. അതായത് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിലേക്ക്, ചെറിയ അടയാളങ്ങളിൽ നിന്നും വലിയ അടയാളങ്ങളിലേക്ക് കടക്കുന്ന ഒരു പാലമാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി അൽ മഹ്ദിയു മിൻ ഇത്റതി ഔലാദി ഫാത്തിമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ മകളാകുന്ന ഫാത്തിമ, ആ ഫാത്തിമയുടെ, എന്റെ മകളാകുന്ന ഫാത്തിമയുടെ സന്താന പരമ്പരയിലാണ് ഇമാം മഹ്ദി വരുന്നത്. മഹാനവകളുടെ പേരെന്താ? ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നാണ്. അതുപോലെ ഇമാം മഹ്ദിയുടെ വാപ്പയുടെ പേരോ അബ്ദുള്ള എന്നാണ്. ഇമാം മഹ്ദിയുടെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലായി പറയുന്നുണ്ട്. നെറ്റിത്തടം ഉയർന്ന ആളായിരിക്കും എന്ന് പറഞ്ഞാൽ കഷണ്ടിയാണെന്നല്ല, നെറ്റിങ്ങനെ ഒരുപാടുണ്ടാകും. മൂക്ക് നീണ്ട് അറ്റം കൂർച്ച ആളായിരിക്കും ഇമാം മഹ്ദി. മൂക്ക് ഇങ്ങനെ നീണ്ടിട്ട് അറ്റം ഇങ്ങനെ കൂർത്തിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ശുപ്പാണ്ടിയുടെ മൂക്കെന്നല്ല പറഞ്ഞർത്ഥം. അല്പം നല്ല രസമുള്ള ഈ മൂക്കിങ്ങനെ നീണ്ടുമ്പോ സൗന്ദര്യം കുറയും, ചില ആൾക്കാർക്ക് സൗന്ദര്യം കൂടും. ഇമാം മഹ്ദി എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒന്നുകൂടി നമ്മൾ നോക്കും, അങ്ങനെ തൊത്ത ശരീരമുള്ള ആളാണ്, വലിയ ഗാംഭീര്യമുള്ള ആളാണ്, സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വരും. എപ്പോഴാ വരുന്നത്? ഇമാം മഹ്ദി എപ്പോഴാ വരുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് തുടരുകയാണ്, യംലഉൽ അർളു ഖിസ്തൻ വഅദ്ലാ കമാ മുലിഅത് ദുൽമൻ വജൗറാ. എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം മഹ്ദി വരുന്നത് എപ്പോഴാണെന്നറിയോ? ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, അക്രമങ്ങൾ കൂടുമ്പോ, കുഴപ്പങ്ങൾ അധികരിക്കുമ്പോ അതാ വരികയാണ് ഇമാം മഹ്ദി വരികയാ. ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ നന്മയും സമാധാനവും ശാന്തിയും സഹോദര്യവും സ്നേഹവും എല്ലാം അദ്ദേഹം വീണ്ടും കൊണ്ടുവരുന്നതാ. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, അന അവ്വലുഹാ വൽ മഹ്ദി വസ്തുഹാ വഈസാ ആഖിറുഹാ. മൂന്ന് പേരാണ് ഈ മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കാനുള്ളത്. മൂന്ന് ആളുകളാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ളത്. അതിലൊന്നാമത്തെ ഈ സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന
നിൽക്കുന്നത് ഞാനാണ്. വൽ മഹ്ദി വസ്തുഹ, ഈ മുസ്ലിം സമുദായത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്നത് അത് ഇമാം മഹ്ദിയാണ്. വ ഈസ ആഖിറുഹ, ഈ സമുദായത്തിന് പിന്നിൽ നിന്നും താങ്ങും തണലുമാകുന്നത് അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാ, ഇദാ റഅയ്തുമുർ റായാത്തിസ് സൂദി മിൻ ഖിബലിൽ ഖുറാസാൻ, ഖുറാസാനിന്റെ ഭാഗത്ത് നിന്നും കറുത്ത കൊടിയും പിടിച്ചൊരു വിഭാഗം വരുന്നത് നിങ്ങൾ കണ്ടാൽ, ഫദുനൂഹാ ഫഇന്ന മിൻഹും അൽ ഇമാം മഹ്ദി, ആ കറുത്ത കൊടിയുമായി വരുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരോട് ചേരണേ, അതിൽ ഇമാം മഹ്ദി ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസൊക്കെ പിടിച്ചിട്ടാണ് ഷിയാക്കളും ISIS-ഉം അതുപോലുള്ള കുറച്ച് ആൾക്കാർ, താലിബാനൊക്കെ കറുത്ത തലക്കെട്ടും കറുത്ത കൊടിയും കറുത്ത പൈജാമയൊക്കെ ഇട്ട് നടക്കുന്നത്. അവരിൽപ്പെട്ട ആളൊന്നുമല്ല. എവിടെയാ വരുന്നത്? ഖുറാസാനാണ് അല്ലെ? ഖുറാസാൻ എന്ന സ്ഥലത്താണ് വരുന്നതെന്നാണ്. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഏകദേശം ബോർഡറായിട്ട് വരും. അവിടെയാണ് ഖുറാസാൻ. ഖുറാസാൻ പല വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ ഭാഗത്ത് നിന്നാണ് കറുത്ത കൊടിയും പിടിച്ച് ഒരു വിഭാഗം യുവാക്കൾ വരും. അതിലാരുണ്ടാകും? ഇമാം മഹദി ഉണ്ടാകും. എന്ന് വെച്ച് അത് ഷിയാക്കളല്ല, അത് താലിബാനല്ല, അത് ISIS എന്ന് പറയുന്ന ആൾക്കാരല്ല. അവരൊക്കെ നമുക്ക് പറ്റാത്ത ആൾക്കാരാണ്. ഇനി വരും. ആ കാലത്ത് ഞാനുണ്ടോ നിങ്ങളുണ്ടോ? അല്ലാഹു ആലം. മഹാനവറുകൾ വരുന്ന സമയം മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. നബി തങ്ങൾ പറയുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ഖിയാമത്തിന്റെ വലിയ 10 അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ അടയാളമാണ് അദ്ദുഖാൻ, ഒരു പുക വരുകയാണ്. ലോകം മുഴുവനും മൂടുന്ന ഒരു പുക വരും. പുക ചന്ദനത്തിരി കത്തിച്ചാൽ ഒരു പുക വരും. നല്ല സുഗന്ധമുള്ള, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത പുകയാണ്. എന്നാൽ പ്ലാസ്റ്റിക്കും കുപ്പയൊക്കെ ഒന്നിച്ച് കത്തിച്ചാൽ ഒരു പുക വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു പുക വരും. ലോകം മുഴുവനും ദുഹാൻ, ആ പുക കൊണ്ടിങ്ങനെ മൂടുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഹാനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. ലോകം മുഴുവനും ഒരു പുക ഇങ്ങനെ വരും. രണ്ടാമത്തെ അടയാളമായി പറയുന്നത് വദ്ദജ്ജാൽ, ദജ്ജാൽ വരികയാണ്. പിന്നെയോ മൂന്നാമത്തെ അടയാളം എന്ന മൃഗം വരികയാണ്. പിന്നെയോ പടിഞ്ഞാറ് നിന്നും സൂര്യൻ അതാ ഉദിക്കുകയാണ്. ഈസാ നബി വരികയാണ്. വരികയാണ്. 3 ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയാണ്. കിഴക്കൻ നാടുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും, പടിഞ്ഞാറൻ നാടുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും, മിഡിൽ ഈസ്റ്റിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. പിന്നെയോ അവസാനമായി റസൂലുള്ളാഹി പറയുന്നത് നാറുൻ തഖ്റുജു മിൻ യമൻ, യമനിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു തീ ജ്വാല വരും. തീ ഇങ്ങനെ കത്തിപ്പടരുന്നതാണ്. ഇതാണ് ഖിയാമത്തിന്റെ വലിയ 10 അടയാളങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുറച്ച് ഹദീസുകൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ദജ്ജാൽ വരുമ്പോ ഇമാം മഹ്ദി നിലവിൽ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇമാം മഹ്ദി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് ഇമാം മഹ്ദി വരിക. ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ മഹാനവറുകൾ വിജയിക്കും. അറബ് രാഷ്ട്രങ്ങളോട് പോലും ഇമാം മഹ്ദി യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം അവരൊക്കെ അന്ന് മോശപ്പെട്ട ആളുകളുടെ കൂട്ടാളികളായി മാറുമെന്നാണ്. അവരോടൊക്കെ യുദ്ധം ചെയ്യും. ഇസ്ലാം വിജയിക്കും, മുസ്ലിം വിജയിക്കും. അവസാനം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ മുസ്ലിം സമുദായത്തിന്, അതൊക്കെ വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദജ്ജാൽ വരിക. മാ ബൈന ഖൽഖി ആദമ ഇലാ യൗമിസ്സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഏറ്റവും വലിയ ഫിത്നകളിൽ ഒന്ന് അത് ദജ്ജാലിന്റെ വരവാണെന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാൽ എന്ന് ഇപ്പോ നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ ഗൂഗിളിലൊന്ന് ദജ്ജാൽ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കിയേ. ഒരു ഫോട്ടോ വരും, ഒരു രൂപം. ഈ നെറ്റിയിൽ വലിയൊരു കണ്ണൊക്കെ ആയിട്ട് ഒരാളുടെ ഒരു ഫോട്ടോ അല്ലെ? ദജ്ജാൽ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ?
അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആരോ ഉണ്ടാക്കി ചുമ തട്ടിവിട്ടതാ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യനാ. ദജ്ജാൽ മനുഷ്യനാ. നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനാണ് ദജ്ജാൽ. പക്ഷെ അവന്റെ ഫിത്ന അത് വല്ലാത്ത ഫിത്നയാണ്. നമ്മളെക്കാൾ ഒരുപാട് കഴിവുകൾ അല്ലാഹു തആല മനുഷ്യനാണെങ്കിലും അവനിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. ദജ്ജാല് അവന്റെ രൂപവും കോലവും വ്യക്തമായി ഹദീസിൽ കാണാം. റജുലുൻ ഖസീർ, പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. ആര്? ദജ്ജാൽ. വലിയ ആജാന ബാഹുവൊന്നല്ല, ഒരു പൊക്കം കുറഞ്ഞ ആളാണ്. ജഅദുൻ, വൃത്തിയില്ലാത്ത ചുരുണ്ട മുടിയായിരിക്കും ദജ്ജാലിനുണ്ടാവുക. മുടി പല രൂപത്തിലുണ്ട് അല്ലെ? ചുരുണ്ട മുടിയുള്ളവരുണ്ട്. എനിക്കൊക്കെ ചുരുണ്ട മുടിയാ. പക്ഷെ ചില മുടി കാണാൻ രസമുണ്ട്, ഈരി വെച്ചാൽ കൊള്ളാം. ചിലതോ ഇങ്ങനെ ചുരുണ്ടിരിക്കും, ഒരു മെനയില്ല. കണ്ടാൽ നമുക്കൊരു അറപ്പ് തോന്നും, വെറുപ്പ് തോന്നും. അതുപോലെ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപത്തിലുള്ള തലമുടിയാണ് ആർക്കുള്ളത്? ദജ്ജാലിനുണ്ടാവുക. അഫ്ഹജു, അവൻ നടക്കുന്ന രൂപം പോലും ഹദീസിൽ കാണാം. അഫ്ഹജു, അവൻ എങ്ങനെയാണ്? രണ്ട് കാലിന്റെ വിരലുകൾ അടുപ്പിച്ച് വെച്ച് കാലിന്റെ മടമ്പുകൾ അകത്തി വെച്ചാണ് നടക്കുന്നത്. താറാവ് നടക്കൂല, ഇങ്ങനെ അങ്ങനെയാ നടക്കുന്നതെന്ന്. ഇനിയോ ജസീമുൻ, നല്ല കൊടവയറക്കുള്ള ആളാണ്. ഇതാണ് ദജ്ജാൽ. ഹദീസിൽ പറഞ്ഞ ദജ്ജാൽ ഇതാണ്. ഗൂഗിളിൽ പറഞ്ഞ ദജ്ജാലിനെ നോക്കിയാൽ ഇവിടെ വലിയൊരു കണ്ണൊക്കെ ഉണ്ടാവും. ഇനി കേട്ടോ എങ്ങനെയാ അവൻ നടക്കുന്നത്? തല കുനിച്ച നടത്തം. ഈ ഗൊറില്ലയൊക്കെ നടക്കൂല, ഇങ്ങനെ ആ ഒരു നടത്തമാണ്. ശരീരം മുഴുവനും രോമമായിരിക്കും, ചുവന്ന കളറാണ്. ദജ്ജാലിന് 2 കണ്ണുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റക്കണ്ണൻ ദജ്ജാലെന്നോ? ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ, അതുകൊണ്ട് ഈ ഒറ്റക്കണ്ണെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു കണ്ണ് മാത്രമൊന്നല്ല, 2 കണ്ണുമുണ്ട്, ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ. അതായത് വലത് കണ്ണിന് തീരെ കാഴ്ചയില്ല, ഇടത് കണ്ണിനാണ് കാഴ്ചയുള്ളത്. പിന്നെയോ ഈ വലത് കണ്ണ്, കാഴ്ചയില്ലാത്ത കണ്ണ് ഐനബത്തുൻ താഫിയ. നമ്മളൊരു മുന്തിരി എടുത്തിട്ട് ഇങ്ങനെ നെക്ക് കൊടുത്താൽ മുന്തിരിയുടെ ഉള്ളിലുള്ള ആ പഴുപ്പുണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് വരൂലേ? അതുപോലെ കണ്ണിങ്ങനെ തള്ളിയാ നിൽക്കുന്നതെന്നാണ്. ഇതാണ് ഹദീസിലെ ദജ്ജാൽ. പിന്നെയോ 40 ദിവസം അവൻ വരും. 40 ദിവസമാണ് ഇവിടെ താമസിക്കുക. 40 ദിവസം ഉണ്ടാവുള്ളൂ, പക്ഷെ 40 ദിവസം കൊണ്ട് അവൻ ഉണ്ടാക്കാത്ത ഫിത്നയില്ല. ലോകത്തെ എല്ലാ സ്ഥലത്തും, മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വരും. കടുവാപ്പള്ളിയുടെ മുറ്റത്തും വരും, എല്ലാ സ്ഥലത്തും വരും. ഫിത്നയും ഫസാദും ഉണ്ടാക്കും, മുഅ്മിനീങ്ങളെ കൊല്ലും അല്ലെ? കാഫിരീകൾ എല്ലാവരും അവരുടെ കൂടെ കൂടും, അവിശ്വാസികൾ കൂടും. ജൂതന്മാരാണ് ഏറ്റവും കൂടുതലായി അവന്റെ കൂടെ ഉണ്ടാവുക. 70,000 ജൂതന്മാർ സ്ഥിരമായ ഒരു സേനയായി അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ ദജ്ജാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വിശദമായി പറയേണ്ടതുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ പ്രസംഗിക്കാനുള്ളതുണ്ട്. അപ്പൊ ദജ്ജാൽ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും. മുഅ്മിനീങ്ങൾ വന്നിട്ട് മഹാനായ ഇമാം മഹ്ദിയോട് പറയും, മഹ്ദി ഇമാമേ, ഞങ്ങൾ എന്താണ് ചെയ്യുക? വലിയ ഫിത്നയാണ്, ഫസാദാ. എന്റെ വാപ്പയെ അവൻ കൊന്നുകളഞ്ഞു, എന്റെ മക്കളെ അവൻ കൊന്നുകളഞ്ഞു. ദജ്ജാൽ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് അതാ വരുന്നു നമ്മുടെ കഥാനായകൻ. യൻസിലു അലാ മനാറത്തിൽ ബൈളാഇ ശർഖിയത്തി ദിമിഷ്ക്, സിറിയയുടെ തലസ്ഥാനമാകുന്ന ഡമസ്കസ്. ആ ഡമസ്കസിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള അൽ മസ്ജിദുൽ അമവിയ എന്ന വെളുത്ത 2 മിനാരങ്ങളുള്ള വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ 2 അഭിപ്രായമുണ്ട്. ളുഹർ നമസ്കാരമെന്നും അല്ല സുബ്ഹി നമസ്കാരമെന്നും. ആ നമസ്കാരത്തിന്റെ സമയത്ത് ആ 2 വലിയ മിനാരത്തിന്റെ ഇടയിൽ നിന്നും അതാ കടന്നു വരികയാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി വരികയാ. ഈസാ നബി എങ്ങനെയാ വരുന്നത്? അതും ഹദീസിൽ കാണാം. 2 വസ്ത്രം ധരിച്ച, 2 വസ്ത്രം. മഹത്തുക്കൾ പറയുന്നു, നമ്മൾ ഇഹ്റാമിൽ ധരിക്കുന്ന വസ്ത്രം പോലോത്തത് അത് ധരിച്ചാണ് വരുന്നത്. തലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. ഇമാം മഹ്ദിയുള്ള ഒരു പള്ളിയായിരിക്കും ആ സമയത്ത്. ആ പള്ളി വിശ്വാസികളുമായിട്ട് ബാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന, ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് വരുമ്പോ തിരിഞ്ഞു നോക്കും വിശ്വാസികൾ. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത മനുഷ്യനാണല്ലോ. ഇമാം മഹ്ദി തിരിഞ്ഞു നോക്കുമ്പോ അല്ലാഹുവേ, വരുന്നത് ഈസാ നബി
നബിയാണല്ലോ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, മുസാഫഹ ചെയ്യുകയാണ്, ബൈഅത്ത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, മുഅ്മിനീങ്ങളെ ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഈ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നമ്മെ കാക്കാൻ അല്ലാഹു അയച്ചിട്ടുള്ള മഹാനായ ഈസ നബിയാ. മുഅ്മിനീങ്ങളെല്ലാം ആവേശത്തോടുകൂടി എഴുന്നേൽക്കുകയാണ്, ഈസാ നബിയെ മുസാഫഹ ചെയ്യുകയാ. അങ്ങനെ അതാ നമസ്കാരത്തിന്റെ ടൈമാകുമ്പോ, നിസ്കാരത്തിനുള്ള സമയമാകുമ്പോ ഈസാ നബിയോട് പറയും, ഈസ നബിയെ നിങ്ങളാണ് ഇമാമ് നിൽക്കേണ്ടത്. ആ സമയത്ത് ഈസാ നബി പറയും, ഇമാം മഹദിയെ നിങ്ങളാണ് ഇമാമ് നിൽക്കേണ്ടത്. അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്, ഇമാം മഹദി നിൽക്കുമെന്നും ഈസ നബി നിൽക്കുമെന്നും. എന്തുമാവട്ടെ, അവര് രണ്ടിൽ ഒരാൾ ഇമാമ് നിൽക്കുന്നു. മുഅ്മിനീങ്ങൾ ആവേശത്തോടുകൂടി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ദിക്റൗറാദുകൾ കഴിഞ്ഞ് ഈസാ നബി എഴുന്നേൽക്കുകയാണ്. ചോദിക്കുന്നു, ഐന ദജ്ജാൽ, ഐന ദജ്ജാൽ? ഞാൻ ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി ചെയ്യേണ്ടത് ദജ്ജാലിനെ വകവരുത്തലാണല്ലോ. അതാണ് അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അവൻ എവിടെയാണ്? ആ സമയത്ത് ഇമാം മഹദി പറയും, ദജ്ജാൽ ഉള്ളത് ലുദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ പുറപ്പെടുകയാ. പുറപ്പെടുന്നത് കപ്പലിലാണോ, ഫ്ലൈറ്റിലാണോ, കാറിലാണോ എന്നൊന്നും അറിയില്ല. മാനവകൾ പോകും. ദജ്ജാലിനെ കണ്ടുമുട്ടുന്നത് ലുദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ബാബു ലുദ്, ഇന്ന് ഇസ്രയേലിലാണ് ഈ ലുദ് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇന്ന് അവിടെ ഒരു എയർപോർട്ടാണ്. ആ ഭാഗത്ത് വെച്ച് ദജ്ജാലിനെ കാണും. ദജ്ജാൽ ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാകും അത് ഈസ നബിയാ, അത് ഈസാ പ്രവാചകനാ വരുന്നത്. അവൻ എങ്ങനെ ഉപ്പ് അലിയുന്നത് പോലെ, വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉപ്പ് അലിയുന്നത് പോലെ അവൻ പേടിച്ചു വിറക്കും. അവനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാൻ പറ്റില്ല. അതുവരെ അവൻ വീമ്പ് പറഞ്ഞതെല്ലാം ഇങ്ങനെ ഉരുകി ഒലിക്കുമെന്നാണ്. രണ്ടുപേരും തമ്മിൽ യുദ്ധമുണ്ടാകും, സംഘട്ടനമുണ്ടാകും. അവിടെ വലിയ തോക്കോ മിസൈലോ ഒന്നുമല്ല. ഇവിടെ നമുക്ക് കാണാം, ഫയുരിയഹും ദമഹു ബിഹർബ, ഒരു ചാട്ടുളി പോലെ നീളം കുറഞ്ഞ, എന്നാൽ അമ്പാണോ അമ്പല്ല, കത്തിയാണോ കത്തിയല്ല, അതുപോലത്തെ ഒരു ആയുധം കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വകവരുത്തുന്നതാ. ഒക്കെ ഇനി കാണാൻ കിടക്കുന്നു, വരാൻ കിടക്കുന്നു. ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർക്ക് തോന്നും ഏതോ ഒരു ലുട്ടാപ്പി കഥ, മായാവി കഥ വായിച്ച് വന്നിട്ട് ഇവിടെ ഘോരഘോരം പറയും. ലുട്ടാപ്പി മായാവി ഒന്നും അല്ല അല്ലേ? ഇതൊക്കെ ഹദീസിലുള്ളതാ, മഹത്തുക്കൾ പറഞ്ഞു തന്നതാ. എത്രയോ അടയാളങ്ങൾ. അങ്ങനെ വീണ്ടും അതാ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയംകുതു അലൽ അർളി 45 സന, 45 വർഷമാണ് ഈസാ നബി പിന്നെ ജീവിക്കുന്നത്. 33ാമത്തെ വയസ്സിലാണ് ആകാശ ലോകത്തേക്ക് മഹാനവറുകളെ ഉയർത്തപ്പെട്ടത്. ബാക്കിയുള്ള വർഷം കൂട്ടി മൊത്തം 45 വർഷം ഈ ദുനിയാവിൽ മഹാനായ ഈസാ നബി ജീവിക്കുന്നതാണ്. തുമ്മയമൂതു, പിന്നീട് അദ്ദേഹം വഫാത്താകുന്നതാണ്. ഫയുദ്ഫനു മഈ അല്ലാഹുവേ, മഹാനായ മുത്ത് റസൂൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയുടെ വഫാത്തിന് ശേഷം ആ ഈസാ നബിയെ ഖബറടക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏതെന്നറിയോ? അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ്, റൗള ശരീഫിലാ. എന്നിട്ടോ നബി തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് മഹ്ശറിലേക്ക് ഞാനും ഈസാ നബിയും ഒന്നിച്ചൊരു ഖബറിൽ നിന്നാണ് എഴുന്നേറ്റ് വരിക. ഞങ്ങളാണ് ആദ്യമായി മഹ്ശറയിലേക്ക് പോവുക. അങ്ങനെ അതാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ദിവസമാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നത്, എടാ ഈസാ നബിയേ, നിങ്ങളും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളും തൂരി സീനാ പർവ്വതത്തിലേക്ക് പോകണേ. കാരണം എന്തെന്നറിയോ? അതാ ഒരു വലിയ ഫിത്ന വരാനുണ്ട്, വലിയ ഒരു ഫസാദ് വരാനുണ്ട്. ഈസാ നബി ചോദിക്കും, എന്ത് ഫിത്നയാണ്, എന്ത് ഫസാദാണ്? അത് യഅജൂജ് മഅജൂജ. അതാ വരുകയാണ് യഅജൂജ് മഅജൂജ്. അവര് വരുന്നു. അതാരാ? യഅജൂജ് വമഅജൂജ്, ഗോങ് ആൻഡ് മഗോങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ബൈബിളിൽ എസെക്കേൽ പുസ്തകത്തിൽ ഇവർ ആരാണെന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവരാരാ? ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നതും മനുഷ്യനാണ്. എല്ലാ ഫിത്നയും ഫസാദും ഈ മനുഷ്യനാണ്. ദജ്ജാലും മനുഷ്യനാണ്, യഅജൂജും മഅജൂജും മനുഷ്യനാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൊത്തം 4 മക്കളുണ്ട്. അതിൽ 2 ഭാര്യമാരും 4 മക്കളുമുണ്ട്. ഒരു ഭാര്യയും ഒരു മകനുമാണ് വിശ്വസിച്ചത്. അവർ വിജയിച്ചു. പിന്നെയോ
3 മക്കളുണ്ട്. 1 സാം, 2 ഹാം, 3 യാഫിസ്. ഈ സാം എന്ന മകൻ, ആ മകനിൽ നിന്നാണ് മഹാനായ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൊത്തം 4 മക്കൾ, 2 ഭാര്യ 4 മക്കൾ. അതിൽ 1 ഭാര്യയും 1 മകനും വിശ്വസിച്ചില്ല. ബാക്കി 1 ഭാര്യയും 3 മക്കളുമാണ് വിശ്വസിച്ചത്. ആ 3 മക്കളിൽ സാം ഉണ്ട്, ഹാം ഉണ്ട്, യാഫിസ് ഉണ്ട്. ഈ സാം എന്ന മകന്റെ സന്താന പരമ്പരയാണ് അബുൽ അറബി വൽ അജം, അറബികളും യൂറോപ്യന്മാരും. ഹാം എന്ന മകന്റെ പരമ്പരയിലാണ് അബുൽ ഹബ്ഷ്, ആഫ്രിക്കൻ വംശജർ, അല്ലെ? ആഫ്രിക്കക്കാരില്ലേ, നീഗ്രോ വംശജർ, അവരുണ്ടായത് ഹാം എന്ന മകനിൽ നിന്നാണ്. 3ാമത്തെ മകനാകുന്ന യാഫിസ്, ഈ യാഫിസിന്റെ സന്താന പരമ്പരയിലാണ് യഅജൂജും മഅജൂജും വന്നിട്ടുള്ളത്. യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാ, വികൃതമായ കോലമാണെന്നാൽ, കണ്ടാൽ പേടിയാകും. ഭയങ്കര ശക്തന്മാരാണ്, എപ്പോഴും അക്രമം ചെയ്യുന്നൊരു സ്വഭാവമാണ്, വലിയ ചെവിയുള്ളവരാണ്. മദ്രസയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഉസ്താദുമാര് പറയുമല്ലോ യഅജൂജ് മഅജൂജിനെ പോലെയാണല്ലോടാ എന്നൊക്കെ. അതായത് വലിയ 2 ചെവിയുണ്ട്, ഒരു ചെവി വിരിച്ച് അതിൽ കിടന്ന് മറ്റേ ചെവി കൊണ്ട് മൂടുമെന്നൊക്കെ ഉസ്താദുമാര് മദ്രസയിൽ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോലം വിഭാഗം യഅജൂജും മഅജൂജും ഇനി അതാ വരാനിരിക്കുന്നു. ഈസാ നബിയുള്ള കാലമാ. അവര് വന്നിട്ട് ഭൂമിയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ചെല്ലും. എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കൃഷികൾ നശിപ്പിക്കും, കന്നുകാലികളെ കൊന്നുകളയും, അങ്ങനെ മുഅ്മിനീങ്ങളായ മനുഷ്യരെയും ഉപദ്രവിക്കും. ആ സമയത്താണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ വലിയ ഫിത്നയിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ആ സമയത്ത് അതാ വരികയാണ് കുറച്ച് പക്ഷികൾ വരുന്നു. ഫയുർസിലുല്ലാഹു ത്വയ്റൻ കഅനാഖിൽ ബുഖ്തി, ഒട്ടകത്തിന്റെ കഴുത്തുപോലെ വലിപ്പമുള്ള പക്ഷികൾ വന്നിട്ട് മഹാനായ ഈസാ നബിയുടെ ആ ദുആഇന്റെ ഫലമായി ആ പക്ഷികൾ വന്നിട്ട് യഅജൂജ് മഅജൂജിനെ കൊത്തിക്കൊണ്ട് പോവുകയാ. അതിനു മുമ്പ് ഈ യഅജൂജിനെയും മഅജൂജിനെയും അല്ലാഹു തആല നശിപ്പിക്കും. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അവരുടെ കഴുത്തിന്റെ പുറകുഭാഗത്ത് ചില പുഴുക്കൾ വരും. ആ പുഴുക്കൾ വന്ന് അവരുടെ തലച്ചോറ് തിന്നും, അവരങ്ങനെ മരിച്ചു വീഴും. അങ്ങനെ ഭൂമിയിലെ പല സ്ഥലങ്ങളും ഈ യഅജൂജിന്റെയും മഅജൂജിന്റെയും ആ മയ്യിത്തുകൾ കൊണ്ട് നിറയുമെന്നാണ്, ദുർഗന്ധം കൊണ്ട് വമിക്കുമെന്നാണ്. ആ സമയത്താ ഈ പക്ഷികൾ വന്ന് ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വലിപ്പമുള്ള വലിയ കഴുത്തുമായുള്ള വലിയ പക്ഷികൾ വന്ന് ആ ശവങ്ങളൊക്കെ കുത്തിക്കൊണ്ടുപോകും. ആ സമയത്ത് ഭൂമിയിൽ നല്ല മഴ പെയ്യുകയാ. ആ സമയമാണ് മഹാനായ ഇമാം മഹ്ദി വഫാത്താകുന്നത്. ശേഷം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും വഫാത്താവുകയാ. അത് കഴിഞ്ഞാണ് ദാബത്തുൽ അർദ് എന്ന മൃഗം വരുന്നത്. സഫാ മലയുടെ ഭാഗത്ത് നിന്നാണ്. വജുഹുൻ കവജിഹിൽ ഇൻസാൻ, മനുഷ്യന്റെ മുഖമായിരിക്കും ആ ജീവിക്കുണ്ടാവുക. മിൻ ഖാറു ത്വയ്ർ, പക്ഷിയുടെ ചുണ്ടായിരിക്കും ഉണ്ടാവുക. ലഹും അർബഅതു ഖവായിം, 4 കാലുകളാണ് ഉണ്ടാവുക. അസാ മൂസ വ ഖാതമു സുലൈമാൻ, മൂസാ നബിയുടെ വടിയുണ്ടാകും. സുലൈമാൻ നബിയുടെ മോതിരവും ആ ജീവിയുടെ കയ്യിലുണ്ടാകും. എല്ലാ മനുഷ്യന്മാരുടെയും മുന്നിൽ വന്നിട്ട് പറയും അൻത മുഅ്മിൻ അല്ലെങ്കിൽ അൻത കാഫിർ. ഇങ്ങനെ വന്നിട്ട് മുഅ്മിനീങ്ങളെയും കാഫിരീങ്ങളെയും എല്ലാം വേർതിരിക്കുമെന്നാണ്. ആ സമയത്ത് പിന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആകാശത്തിന്റെ താളം തെറ്റുന്നു, അല്ലെ? ആകാശത്തിന്റെ താളം തെറ്റുന്നു. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയാണ്. ആ സമയത്ത് ജനങ്ങൾ ചോദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യ, എന്തേ നീ കിഴക്ക് ഉദിക്കാത്തത്? കിഴക്കുദിക്കുന്ന സൂര്യ, നീ എന്തേ പടിഞ്ഞാറ് അസ്തമിക്കാത്തത്? 2 ദിവസം 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പ്രശ്നം. അതായത് സൂര്യൻ ഒരു ദിവസം കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. പിന്നീട് രാവിലെ 6 മണിയായി 7 മണിയായി 8 മണിയായി സൂര്യൻ ഉദിക്കുന്നില്ല. അങ്ങനെ 3 ദിവസം ലോകം മുഴുവനും ഇരുട്ടിൽ കഴിയും. 3-ാമത്തെ ദിവസം അതാ സൂര്യൻ ഉദിക്കും. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്നാണ്. പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് ഉച്ചവരെയായി വീണ്ടും അസ്തമിക്കും. ആ സമയത്ത് എല്ലാവരും ഈയാം പാറ്റകളെ പോലെ നെട്ടോട്ടമോടും, എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയാതെ.
ആ സമയത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യർ അവർക്ക് മനസ്സിലാകും, ഇതാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട നാൾ, ഇതാണ് ഖിയാമത്ത് നാൾ. അവർ ഓടിച്ചെല്ലും. പള്ളികളിലും വീടുകളിലുമുള്ള മുസ്ഹഫുകളൊക്കെ തുറന്നു നോക്കുമ്പോ ആ ഖുർആനിന്റെ പുറംചട്ട മാത്രമായിരിക്കും. ഖുർആനിൽ എഴുതിയിട്ടുള്ള ആ വരികൾ, ഖുർആനിന്റെ അക്ഷരങ്ങൾ കാണാതെയാകും. ഖുർആൻ ഓർത്തെടുക്കാൻ പ്രയാസമാകും. അതായത് തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. ഉടൻ തന്നെ യമന്റെ ഭാഗത്ത് നിന്നും ഒരു കാറ്റ് വീശുകയാണ്. ആ കാറ്റ് തലോടിക്കൊണ്ട് മുഅ്മിനീങ്ങളെ പോകും. മുഅ്മിനീങ്ങളായ മനുഷ്യരെല്ലാം മരണപ്പെട്ട് വീഴുന്നതാണ്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വാഖിറു ദാലിക നാറുൻ തഖ്റുജു മിൻ യമൻ. യമനിന്റെ ഭാഗത്ത് നിന്നും ഒരു തീഗോളം വരികയാണ്. ആ തീഗോളം വന്ന് ബാക്കി ജീവജാലങ്ങളെ മുഴുവനും നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഭൂമി മുഴുവനും നാശമായി, ആകാശങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ആകെ പ്രശ്നം. ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ ജീവജാലങ്ങളും അന്നുണ്ടാവൂല. എല്ലാം നാമാവശേഷമായി പോകും. പിന്നെ ഉള്ളതാരാ? പിന്നെ ആകാശ ലോകത്തുള്ള ആളുകളാ. മലക്കുകളുണ്ട്, അതുപോലെ ഹൂറിലീങ്ങളുണ്ട്. സ്വർഗത്തിൽ ഉള്ള ആളുകൾ ഉണ്ടാകും. അവരോട് അവരുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. അസ്റായീൽ കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ റൂഹിനെ പിടിക്കുന്നു, ഹൂറിലീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നു. അവസാനം രണ്ടേ രണ്ടാളുകളാണ് ലോകത്ത് അവശേഷിക്കുക. ഒന്ന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ക്ലൈമാക്സ് ആണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. പിന്നെ ഉണ്ടാകുന്നത് അല്ലാഹ് മാത്രമാണ്. അല്ലാഹു അസ്റായീലിനോട് പറയും, അസ്റായീലേ, ഇനിയുള്ളത് നീ മാത്രമാണ്, നീ തന്നെ നിന്റെ റൂഹിനെ പിടിക്കണേ. അസ്റായീൽ അങ്ങനെ സ്വന്തം റൂഹിനെ വലിച്ചൂരുന്ന സമയത്ത് അസ്റായീൽ പറയും, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇത്രമാത്രം റൂഹിനെ പിടിക്കുന്നതിന് വേദനയുണ്ടായിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യന്റെയും ലോകത്തൊരു ജീവജാലങ്ങളുടെയും റൂഹിനെ ഞാൻ പിടിക്കില്ലായിരുന്നു അല്ലാ. അങ്ങനെ അതാ ലോകത്ത് അല്ലാഹു മാത്രമാണ് അവശേഷിക്കുന്നത്. ലോകം മുഴുവനും നശിച്ചു കിടക്കുകയാ. പിന്നീട് പടച്ചവൻ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് അതാ ആദ്യമായി ജീവിപ്പിക്കുന്നത്, ജീവൻ കൊടുക്കുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന. ഇസ്രാഫീൽ എന്ന മലക്കഥ എഴുന്നേൽക്കുന്നു, സൂർ എന്ന കാഹളത്തിൽ ഊതുന്നു, മരണപ്പെട്ടവർ ജീവിക്കുന്നു, മഹ്ശറിലേക്ക് അവർ പുറപ്പെടാൻ ഒരുങ്ങുന്നു. അതാ ആദ്യമായി ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ഈസാ നബിയുമാണ്. അവർ രണ്ടുപേരുമാണ് ആദ്യമായി മഹ്ശറിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കി ലോകത്തുള്ള കോടാന് മനുഷ്യരും ജിന്നുകളും മറ്റ് ജീവജാലങ്ങളും മഹ്ശറിലേക്ക് പോകുന്നത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. ആ സമയം ഈ ഒരു സന്ദർഭത്തെ പറ്റിയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. സ്വഹാബിമാരെ, അതാ മഹ്ശറിലേക്ക് ജനങ്ങൾ വരുന്നത് 12 വിഭാഗമായിട്ടാണ്. ആ 12 വിഭാഗത്തിൽ 11 വിഭാഗവും നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ആരാണ് നബിയേ ആ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, ദീനിനെ സ്നേഹിക്കുന്നവരാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുന്ദരമായ ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ഇവിടെ വന്നിരുന്ന ഈ ടൈം ഉണ്ടല്ലോ, ഈ മണിക്കൂറുകൾ ഉണ്ടല്ലോ, ഈ മണിക്കൂറുകൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തിൽ പെടാൻ പറ്റുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. നമുക്ക് അവസാനമായി പറയാനുള്ളത്, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഈ രക്ഷപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടണം. അതിനെന്താ? ഒരുപാട് വഴിയുണ്ട്. നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കണേ, ഇബാദത്തുകൾക്ക് മടിയുണ്ടാവരുത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 അല്ലാഹുവേ ജന്മദിനം ഇതാ വരികയാണല്ലോ. ആ സമയത്ത് മുത്തുനബിയെ പറ്റി നമ്മൾ കൂടുതൽ പറയണേ. ആ മുത്ത് റസൂലിന് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. ആ മുത്ത് റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ.